സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യത ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതലുണ്ടല്ലോ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിന് പുറമെ മറ്റിടങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്കായി തരും. അമൽ, ഗുഡ് മോർണിംഗ്. ശക്തമായ മഴ അമൽ സംസാരിക്കുന്ന സമയത്തും തിരുവനന്തപുരത്തുണ്ട്. അതിശക്തമല്ല എങ്കിൽ കൂടി ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. പൊതുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇന്ന് സംസ്ഥാനത്ത്? തെക്കൻ ജില്ലകളിൽ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്നലെ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇടുക്കി വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പത്തനംതിട്ട, അതോടൊപ്പം തന്നെ ഇടുക്കി, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ മഴയാണ്. ഇന്നലെ രാത്രിയും ശക്തമായി തന്നെയുള്ള മഴ പെയ്തിരുന്നു. ഇപ്പോൾ ഞാനുള്ളത് തമ്പാനൂരാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നു. കുറച്ചു സമയത്തേക്കൊന്ന് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം വീണ്ടും അതിശക്തമായി തന്നെയുള്ള മഴ പെയ്യുന്നതാണ് കാണുന്നത്. ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ തിരുവനന്തപുരത്തിന് വലിയ ആശങ്കയുണ്ടാകുന്നില്ല. കാരണം വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായി നിന്ന് മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. നിലവിൽ എന്തായാലും വരുന്ന 2-3 ദിവസങ്ങൾ കൂടി ഇത്തരത്തിൽ മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ആളുകളെല്ലാം സജീവമായി, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലാണ് ഈ മഴ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ വീട് കയറി, അതോടൊപ്പം തന്നെ കൺവെൻഷൻ തുടങ്ങിയ പരിപാടികളൊക്കെ നടക്കുകയാണ്. അങ്ങനെ കയറി വോട്ട് ചോദിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ മഴ പെയ്യുന്നത്. ഈ ഉച്ച കഴിഞ്ഞും ഈ രാവിലെ സമയത്തുമൊക്കെയാണ് തിരുവനന്തപുരം പോലുള്ള ഈ വോട്ട് ചോദിക്കുന്നതിനിടയിൽ എവിടെയൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു, എവിടെയൊക്കെ ഓടകളുടെ നിർമ്മാണത്തിൽ അപാകതയുണ്ട്, കുഴികളുണ്ട്, റോഡിൽ എവിടെയൊക്കെ ഇനി മാറ്റങ്ങൾ വരാനുണ്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതും നന്നായിരിക്കും. മഴ ഏതായാലും പെയ്യുന്നത് ഒരു പരിധിവരെ അക്കാര്യത്തിൽ നല്ലതാണ് എന്ന് പൊതുജനങ്ങൾ കരുതിയേക്കാം. അത്തരം വിഷയങ്ങൾക്കെല്ലാം, അത്തരം ചോദ്യങ്ങൾക്കെല്ലാം സ്ഥാനാർത്ഥികളും ഈ പറയുന്ന വോട്ടർമാരോട് മറുപടി പറയേണ്ടി വരും. ഈ മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിലെയും വെള്ളക്കെട്ടാണ്. അധികം സമയം കഴിഞ്ഞ വർഷങ്ങളിലേക്ക് താരതമ്യം ചെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി എന്നുള്ളതാണ് നഗരസഭ ഇപ്പോൾ പറയുന്നത്. അത് അവരുടെ ഒരു ഭരണ നേട്ടമായി കാണുകയും ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോയതിനാൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് വലിയ പ്രശ്നം, അതായത് ഈ മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്നത് കൊണ്ടാണ്. അല്ലെ തുടർച്ചയായി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മഴ പെയ്താൽ ഇപ്പോഴും ചാക്കയടക്കം, തമ്പാനൂരടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുക ഒരു സ്വാഭാവികമാണ് തിരുവനന്തപുരത്തേക്ക് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മഴ പുരോഗമിക്കുന്നത്. മഴ എന്തായാലും സ്ഥാനാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഈ കൺവെൻഷനുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കൺവെൻഷനുകളെല്ലാം നടക്കുന്നത് ആളെണ്ണം കൂടുതൽ, പരമാവധി ആളുകളെ എത്തിച്ച് കൺവെൻഷനുകൾ നടത്താനാണ് ഓരോ പാർട്ടികളും ആലോചിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ മുന്നൊരുക്കങ്ങൾ. അപ്പോൾ അതെല്ലാം മിക്കവാറും ഈ പറയുന്ന ഗ്രൗണ്ടുകളിലും മറ്റുമൊക്കെ ആയിരിക്കും, ചെറിയ ഗ്രൗണ്ടുകളിലും മറ്റുമൊക്കെ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന പരിപാടികളെല്ലാം മഴയിൽ കുതിരുകയാണ്. മാത്രമല്ല ആളുകളൊക്കെ ഈ ജോലിക്കാരൊക്കെയാണല്ലോ. അപ്പോൾ ആളുകളെ വീട്ടിലെത്തി കാണണമെങ്കിൽ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഈ 2 സമയത്തും മഴയാണ് എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയായി മാറുന്നത്. ഉച്ചയൊക്കെ ആകുമ്പോൾ മഴയൊന്ന് മാറി നിൽക്കും. അപ്പോൾ ആ സമയങ്ങളിൽ വീട് കയറാമെന്ന് വെച്ചാൽ ഒരു വീട്ടിലും ആളുണ്ടാവില്ല. അതൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. മഴ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് എന്നുള്ളതാണ്